സംസ്ഥാനത്തെ ക്രൈസ്തവ സമുദായങ്ങളുമായുള്ള അടുപ്പം കൂടുതൽ ഊട്ടിയുറപ്പിക്കാൻ ഒരുങ്ങുകയാണ് BJP ഇപ്പോൾ. കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് കേരളത്തിൽ BJP ഇതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിവരുന്നത്. ബന്ധം കൂടുതൽ ശക്തമാക്കാൻ BJP ഇത്തവണയും ഈ ക്രിസ്മസ് കാലത്ത് തന്നെ സ്നേഹയാത്ര നടത്തുന്നതാണ്. തൃശൂർ ലോക്സഭാ സീറ്റിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിനു പിന്നിൽ ക്രിസ്ത്യൻ സഭകളുടെയും ഇടപെടലുണ്ടെന്നാണ് BJPയുടെ വിലയിരുത്തൽ. തൃശൂരിൽ ക്രിസ്മസ് കാലത്ത് ശക്തമായ രീതിയിൽ തന്നെ ക്രൈസ്തവരെ ചേർത്തു നിർത്തുന്ന നിലപാടുകൾ എടുക്കുന്നതാണ്. അത് വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ ഗുണം ചെയ്യുമെന്നാണ് BJP നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. ക്രിസ്മസ് പുതുവത്സര കാലത്ത് കേക്കും പ്രധാനമന്ത്രിയുടെ ആശംസകളുമായി നേതാക്കളും പ്രവർത്തകരും ക്രൈസ്തവരുടെ വീടുകളിലെത്തും. സ്നേഹയാത്ര എന്ന പേരിലുള്ള ഭവന സന്ദർശനം 2023 നടത്തിയിരുന്നു. ഇത് വലിയ വിജയമായെന്നാണ് BJPയുടെ വിലയിരുത്തൽ. ക്രിസ്മസ് അവധിക്കാലം മുതൽ പുതുവർഷം വരെയാണ് ഇത്തവണത്തെയും സ്നേഹയാത്ര നടത്തുക. BJPയുടെ ഭാരവാഹി പട്ടികയിലേക്ക് ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവർക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകുന്നതും പരിഗണനയിലാണ്. ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രിയാക്കിയതും ക്രൈസ്തവ വോട്ടുകളെ BJPയിൽ അടുപ്പിക്കാൻ വേണ്ടിയാണ്. തൃശൂർ കോർപ്പറേഷനും തൃശൂർ നിയമസഭാ മണ്ഡലവുമൊക്കെ നേടാൻ BJP തന്ത്രങ്ങൾ ഒരുക്കുന്നുണ്ട്. ഇതിനുവേണ്ടി ചില അപ്രതീക്ഷിത നീക്കങ്ങളും ഉണ്ടാകുന്നതാണ്. സംസ്ഥാനത്താകെ മികച്ച വോട്ട് വിഹിതമുള്ള 60ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ ക്രൈസ്തവ വോട്ടുകൾ നിർണായകമാണ്. തിരുവനന്തപുരത്തും ആലപ്പുഴയിലും പാലക്കാട്ടും തൃശൂരും തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം BJP ലക്ഷ്യമിടുന്നുണ്ട്. ജനറൽ സെക്രട്ടറി ആയിരുന്ന ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രിയാക്കിയതിന്റെ ഗുണം ഉണ്ടാകുമെന്ന് നേതൃത്വം വിലയിരുത്തുന്നു. എല്ലാ വിഭാഗങ്ങളുമായും നല്ല ബന്ധം പുലർത്തുന്ന നേതാവാണ് ജോർജ് കുര്യൻ. സംസ്ഥാനത്ത് ജില്ലാ പ്രസിഡന്റുമാരുടെ എണ്ണം 30ആയി ഉയർത്താൻ കോർ കമ്മിറ്റി അംഗീകാരം നൽകി കഴിഞ്ഞു. ഒരു ജില്ലയിൽ ഒന്നിലധികം പ്രസിഡന്റുമാർ വരും. ഭാരവാഹികളുടെ എണ്ണം കൂടുമെന്നതിനാൽ ജാതി മത സമുദായ ഗ്രൂപ്പ് സമവാക്യങ്ങൾ പാലിച്ചാകും പുനഃസംഘടനയുണ്ടാവുക. ഈ സമയം കൂടുതൽ ക്രൈസ്തവർക്ക് ഭാരവാഹികളാകാൻ സാധ്യതയുമുണ്ടാകും. ഡിസംബർ 21 മുതൽ 31 വരെയാണ് BJP ക്രിസ്മസ് സ്നേഹയാത്ര നടത്തുക എന്നാണ് സൂചന ലഭിക്കുന്നത്. ക്രൈസ്തവ സമൂഹവുമായുള്ള ബന്ധം ഊഷ്മളമാക്കുന്നതിന്റെ ഭാഗമായാണ് BJPയുടെ ഈ യാത്ര. കഴിഞ്ഞ ക്രിസ്മസിനും BJP നേതാക്കളും പ്രവർത്തകരും ക്രൈസ്തവ ഭവനങ്ങളിൽ എത്തിയിരുന്നു. അത് വിജയകരമായ പ്രചാരണമായിരുന്നെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. ചുരുങ്ങിയ കാലത്തിനിടെ പാർട്ടിയിൽ ചേർന്ന ക്രൈസ്തവരുടെ എണ്ണം കൂടിയെന്നും പറയപ്പെടുന്നുണ്ട്. പഞ്ചായത്ത് തലത്തിൽ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ വ്യാപകമായ ഭവന സന്ദർശനത്തിനാണ് ഇത്തവണ BJP പദ്ധതിയിടുന്നത്. ഭവന സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ല, ക്രിസ്മസ് ആശംസകൾ നേരുക മാത്രമാണ് ഉദ്ദേശമെന്ന് പറയുമ്പോഴും കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് BJPയുടെ ഈ സ്നേഹയാത്ര. കഴിഞ്ഞ തവണ സിറോ മലബാർ സഭ ആസ്ഥാനമായ സെന്റ് തോമസ് മൗണ്ടിൽ നിന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ യാത്രയ്ക്ക് തുടക്കമിട്ടത്. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുമായി കൂടിക്കാഴ്ച നടത്തിയ സുരേന്ദ്രൻ 1 മണിക്കൂറിലേറെ സെന്റ് തോമസ് മൗണ്ടിൽ ചെലവഴിക്കുകയും ചെയ്തിരുന്നു. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള യാത്രയല്ലെന്നായിരുന്നു സന്ദർശനത്തിന് ശേഷമുള്ള പ്രതികരണം. മണിപ്പൂർ വിഷയം കഴിഞ്ഞ തവണ വലിയ വെല്ലുവിളിയായിരുന്നു. എന്നാൽ ഇത്തവണ അത്തരം വിഷയങ്ങളൊന്നുമില്ല എന്നതാണ് വസ്തുത. തദ്ദേശ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ സ്നേഹയാത്ര ഗുണം ചെയ്യുമെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ.